അപ്പൊ നമുക്ക് തുടങ്ങാം. ഇത് 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 ശരിക്കും ഉണ്ടല്ലോ, ഇത് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ കാണിക്കുന്നത്. ഇത് വേറെ ഒന്നിനും അല്ല. ഇത് ഞാൻ നിക്കോണിന്റെ അടുത്ത് ഇത് ഇടാൻ പറഞ്ഞതാ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നത് കേട്ടാ. ഇത് നിങ്ങളെല്ലാരും കണ്ടിട്ടുള്ള ഇഷ്യൂ ആണ്. ഇത് കഴിഞ്ഞ കാര്യമാണ്. ഇഡ്ഡലി വട ചട്നി പരിപ്പ് വട. ഈ സാധനം നിങ്ങളെല്ലാം കണ്ടില്ലായിരുന്നു. ഈ സാധനം ആക്ച്വലി ഇവര് നമുക്കറിയാവുന്ന ഒരാൾ വഴി ഇത് നമ്മുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്തിട്ട് പുള്ളിക്കാർ ഈ വീഡിയോ എവിടുന്നോ ഏതോ ഒരു വലിയ എന്റെ മറ്റേ ഫോട്ടോ ഉള്ള ഒരു പേജ് എടുത്ത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ആ പോസ്റ്റ് ഭയങ്കരമായിട്ട് വൈറലായി. മനസ്സിലായി? ആ പോസ്റ്റ് ഭയങ്കരമായിട്ട് വൈറലായിട്ട് കുറെ പേര് കണ്ട്. അപ്പൊ ഇവര് വിചാരിച്ചത് എന്റെ പേജിലാണ് ഞാനാ ഇത് അപ്ലോഡ് ചെയ്തേക്കുന്നതെന്ന്. മനസ്സിലായ? ഞാനാ ഇത് അപ്ലോഡ് ചെയ്തേക്കുന്നതെന്നാണ് ഇവരെല്ലാം വിചാരിച്ചത്. എന്നിട്ട് പുള്ളിക്കാരി എൻ്റെ അടുത്ത് അവർ വിളിച്ചിട്ട് പറഞ്ഞു ഇത് റിമൂവ് ചെയ്യണം, ഇത് റിമൂവ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ലൈവ് ഇട്ടില്ല, ഇത് റിമൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഞാനല്ല പോസ്റ്റ് ചെയ്തേക്കുന്നത്, വേറെ ഏതോ ഫാൻ പേജ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ തൊപ്പിയുടെ സായിപ്പിൻ്റെ എല്ലാം ഇത് പേസ്റ്റ് ചെയ്യുന്ന ഒരുത്തനാണ് ഇത് പോസ്റ്റ് ചെയ്തത്. അപ്പം ഇത് എൻ്റെ തലേ വന്നു. മനസ്സിലായ? ഇത് നൈസായിട്ട് എൻ്റെ തലേ വന്നു. അതായത് ഞാൻ എന്നിട്ട് സംസാരിച്ചു. പക്ഷേ ഞാൻ ഇതിനകത്തൊരു കാര്യം പറയാം ബ്രോ. എൻ്റെ വൈഫ് ഒരു എയർ ഹോസ്റ്റേഴ്സ് ആയിരുന്നു. എൻ്റെ വൈഫ് ഒരു എയർ ഹോസ്റ്റേഴ്സാണ്. ഇതിനകത്ത് ചായ തരാനും കാപ്പി തരാനും വേണ്ടി മാത്രമല്ല അവരെ ഇതിനകത്ത് പിടിച്ചേക്കുന്നത്. ഓരോ ഞാൻ പറയത്തില്ല ലോകത്തുള്ള എല്ലാ എയർ ഹോസ്റ്റേഴ്സ്മാരും ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തവരും മറ്റേ ബാക്കിയുള്ള മറ്റേ എല്ലാവരും മറ്റേ നിറകുടങ്ങളാണ്, നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കും, അങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ല. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ബട്ട് സ്റ്റിൽ ഞാൻ പറയാ, ഇവരുടെ യൂസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു എമർജൻസി ഫ്ലൈറ്റിനകത്ത് വരണം. നിങ്ങൾക്കൊരു നെഞ്ചുവേദനയോ നിങ്ങൾക്കൊരു അസുഖമോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഭവമോ എന്തെങ്കിലും വരാം, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഇവരെന്തിനു വേണ്ടി ട്രെയിൻ ചെയ്തതാണെന്ന്. എൻ്റെ വൈഫിൻ്റെ മടിയിലിരുന്ന് ഒരാൾ മരിച്ചു പോയിട്ടുണ്ട്. അവളിത് കണ്ടപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് അതാണ്. എൻ്റെ വൈഫിൻ്റെ മടിയിലിരുന്നിട്ട് ഒരു പുള്ളിക്കാരൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയതാണ്. മനസ്സിലായോ? അപ്പോൾ അവൾക്കത് കണ്ടപ്പം അവളെൻ്റെ അടുത്ത് പറഞ്ഞ് ഇതൊട്ടും തമാശയായിട്ട് എനിക്ക് തോന്നിയില്ല എന്നുള്ളൊരു ഒരു കാര്യം എനിക്കത് പറയണമെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾ ഈ ബാക്കിയുള്ള കുറേ കമന്റ് സെക്ഷനിൽ ഞാൻ കണ്ടായിരുന്നു കേസ്. അപ്പോൾ ഈ പറയണതുപോലെ ഇവരെ ചായ കൊടുക്കാൻ ഇതിനു വേണ്ടി മാത്രമല്ല ട്രെയിൻ ചെയ്തേക്കുന്നത്. ഇവരെ കുറേ കാര്യങ്ങൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ബേസിക് മറ്റേ നമുക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് എയ്ഡ്, ഈ എന്തെങ്കിലുമൊക്കെ ഫ്ലൈറ്റിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ നമുക്ക് ഇതുള്ള അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇത്രയ്ക്ക് ഇവരെ ഇങ്ങനെ ഇത് ചെയ്യാനുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു വൈഫ് ഈ ജോലി കഴിഞ്ഞ 9 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ പരിചയപ്പെടുന്നത് പോലും അങ്ങനെയാണ്. അതുകൊണ്ട് ഈ ജോലിക്ക് ഉള്ള റെസ്പെക്ട് എനിക്കും അവർക്കൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. അതെനിക്ക് അത്രേ ഉള്ളൂ. അല്ലാതെ ഇവരെ ചായ തരാനും മറ്റേ ഇത് തരാനും വേണ്ടിയിട്ട് മാത്രമല്ല ഇതിനകത്ത് എടുത്തേക്കുന്നത്. അതൊന്ന് പറയണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ബാക്കിയൊക്കെ അവരുടെ ഇഷ്ടം, അതൊക്കെ അവരുടെ കാര്യം. ഞാൻ എൻ്റെ പേരിൽ ഈ വീഡിയോ എൻ്റെ ഒരു DP ഇട്ടൊരു പേജിൽ വന്നുകൊണ്ട് അവരെന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അത് ക്ലിയർ ആക്കിയതാണ്. നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം. കണ്ടില്ല കേട്ടോ. ഇത് എനിക്കിതുവരെ കാണാൻ പറ്റിയില്ല. എനിക്കിതുവരെ കാണാനുള്ള സമയം കിട്ടിയില്ല. ഇത് കാണണം. ഇത് ആക്ച്വലി ഞാൻ സത്യമായിട്ട് കറണ്ട് പോയെന്ന് വിചാരിച്ചു. എന്റെ മോണിറ്റർ ഓഫ് ആയത് വിചാരിച്ചേട്ടാ. സൗണ്ട് മാത്രം കേൾക്കണ്. അത് കുറച്ചധികം ബ്ലാക്ക് ഫീഡ് വന്നു കേട്ടാ. കാണണം. പീക്കാണ്. തെറാപ്പി ഈസ് ടു എക്സ്പെൻസീവ്, സോ ഐ യൂസ്ഡ് ടു വാച്ച് ഈഗിൾ ഓൾ ടൈം.
സത്യമല്ലേ എന്റെ സൗണ്ടിന് താറാവായിട്ടൊരു സിമിലാരിറ്റി ഉണ്ടോ? സത്യം, അത് ഈ കമന്റിൽ പറയുന്ന ആൾക്കാരുടെ അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല, അതൊരു സിമിലാരിറ്റി ഉണ്ട്. എനിക്ക് ഞാൻ ഈ ഇടയ്ക്ക് ശ്രദ്ധിച്ചു തുടങ്ങിയത്, സത്യമാണ് കേട്ടോ അത്. സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം എവിടെ അയ്യോ, സത്യമാണ് 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 സത്യമാണ്. ഹിറ്റ്മാൻ എന്റെ അമ്മ ഗൈസ്, കഴിഞ്ഞ ദിവസം കളി കണ്ടാ നിങ്ങൾ ആരെങ്കിലും ക്രിക്കറ്റ്? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ത്യ ജയിച്ചു, കോഹ്ലി കിടിലമായിട്ട് കളിച്ച്. പക്ഷെ സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാര് എന്റെ അമ്മോ എവിടെ നിന്ന കളിയാടാ, എന്തൊക്കെ ചെയ്ത അമ്മ. പക്ഷെ നിങ്ങൾ കാര്യം ആലോചിച്ച് നോക്ക്. ഞാൻ ഓർത്ത് ഒരു ആദ്യത്തെ വിക്കറ്റ് വീഴ്ച കണ്ടപ്പോ ഞാൻ ഓർത്ത് പടപട തീരുമെന്ന്. ലാസ്റ്റ് ഓവർ വരെ കളി എത്തുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. പറയാതിരിക്കാൻ വയ്യ, രണ്ട് ടീമും ഒന്നിനൊന്ന് മെച്ചമായിട്ടാ കളിച്ചത്. എന്താ അടിയടാ അടിച്ച അവന്മാരൊക്കെ. ഒരുത്തന്റെ മറ്റേ ഡെബ്യൂട്ട് 50 എന്തോ ആണ്, അവൻ വന്ന് അടിച്ച അടിയൊക്കെ കാണണമായിരുന്നു. കണ്ടില്ലെങ്കിൽ ഗൈസ് ഹൈലൈറ്റ്സ് എങ്കിലും പോയി കാണണേ. കിടിലം കളിയായിരുന്നു, കിടിലം, ഒരു രക്ഷയില്ലായിരുന്നു. കറന്റ്ലി കമ്പാരിസൺ വരുന്ന അല്ല, ടോപ്പ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞ കമ്പാരിസൺ വരേണ്ട രണ്ടുപേരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയാം, ഒന്ന് കോഹ്ലി ഒന്ന് രോഹിത് എന്ന് പറയാം. അതിൽ കോഹ്ലി തന്നെ പറഞ്ഞ് രോഹിത്താണ് നമ്പർ 1 എന്ന്. അല്ലേ? ഒരു ഈഗോ ഇല്ല, ഒന്നുമില്ല, കൂടെ കളിക്കുന്നവനൊന്ന് അല്ലേ, അത്രേ ഉള്ളൂ, പിന്നെ അല്ല. ലെറ്റ്സ് ഗോ. ഓൾഡ് ബട്ട് ഗോൾഡ്. ഹലോ സാറേ നിങ്ങളൊന്ന് പീഡിന്റെ ഫ്രണ്ടിലോട്ട് വരും. ഓ സാറേ വരും. കം ടു പീഡി എന്തോ ഉണ്ടല്ലോ സാറേ. ഹലോ ഹലോ സാർ, കേൾക്കാവൂ? ഓ ഇത് ആ വീഡിയോ അല്ലേ? അയ്യോ അന്ന് ലൈവ് ചെയ്തപ്പോഴേ ഇതിന്റെ ചാറ്റ് ഒന്ന് കാണണമായിരുന്നു. സത്യം പറഞ്ഞ എനിക്ക് കുറച്ചു നേരത്തേക്കിന് ഇങ്ങനെ തീയും പടലവും മാത്രമായിരുന്നു ചാറ്റില്, മനസ്സിലായോ? അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു 1.5 RP ആയിരുന്നു. ഇത് പറയാതിരിക്കാൻ വയ്യാത്തൊരു സാധനമായിരുന്നു. മറ്റേ സിനിമാറ്റിക് ഒക്കെ കാണുന്ന പോലെ ആയിരുന്നു. അണ്ണാ ഡിസംബർ 1 അടുത്ത വീക്ക് ന്യൂ ഇയർ ആയി. എടാ ഇന്ന് ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ദേവൂട്ടന് 9 മാസമായി ജനിച്ചിട്ട്. എടാ 7 ദിവസത്തോടെ കഴിഞ്ഞ അവന് 9ാമത്തെ മാസമാ. 7 ദിവസത്തോടെ കഴിഞ്ഞ. ഇന്നലെ അവനെ കാണാൻ വന്നു ഞാൻ. 2000 ഞാൻ പറയട്ടെ, 2025 എന്താ പെട്ടെന്ന് പോയെന്നറിയോ? എനിക്ക് 365 ദിവസത്തിൽ ഒരു 150 ദിവസം ഞാൻ ആശുപത്രി ആയിരുന്നു. അങ്ങനെ ഒരു 150 ദിവസം എന്റെ പോയി. പിന്നെ അത് കഴിഞ്ഞ് വളരെ കുറച്ച് ഒരു 10% സമയം ചിലപ്പോൾ ലൈവിൽ കളഞ്ഞിട്ടുണ്ടാവും. ലൈവ് അത്ര ചെയ്യാൻ പറ്റുള്ളൂ 2025. പിന്നെന്താ വേറെ എന്തിലൊക്കെയാ എങ്ങനെ സമയം പോയി എനിക്ക് മനസ്സിലാവണില്ല. പിന്നൊരു 4-5 കോൺട്രവേഴ്സി ഉണ്ടായി. സത്യല്ലേ? ടിവിയുടെ കോൺട്രവേഴ്സി, മണവാളിന്റെ കോൺട്രവേഴ്സി, അങ്ങനെയൊക്കെ കുറെ കോൺട്രവേഴ്സിയിൽ പറഞ്ഞിട്ട് ഇത് പോയി. പിന്നെ ഇൻകം ടാക്സിന്റെ ഓഫീസിൽ ഒരു 10 ദിവസം പോയി. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെയൊക്കെ സമയം എങ്ങനെയാ പോയത്? നിങ്ങളും എന്റെ കൂടെ തന്നെയല്ലേ വന്നത്? അല്ലാതെ എനിക്ക് മാത്രമല്ലല്ലോ. നിങ്ങളെങ്ങനെ പോയി അതാ എനിക്കറിയണ്ടേ. നിങ്ങളെങ്ങനെയാ പോയത്? സത്യമല്ലേ? അണ്ണ രസം പറ. ഈ വീഡിയോയും മേളിൽ ഇട്ടേക്കുന്ന പോക്കൃത്തനും തമ്മിൽ എന്താണടാ ബന്ധം? The 2025 season comes to an end. ഓ അത് വീഡിയോ, അതിന്റെ തന്നെ വീഡിയോ ആയിരുന്നു കേട്ടാ. Where have you been?
അതെ ലിറിക്സ് അല്ലേ വേർ യു ഹാവ് ബീൻ മൈ ലൈഫ്. സത്യം ഗൈസ്. എന്തൊരു ബുദ്ധിയുള്ള പയ്യൻ നോക്കിയാണ് ഗൈസ്. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, നോമ്പിന്റെ സമയത്ത് ദുബായിൽ റിക്രൂട്ട്മെന്റ് ഇല്ലെന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. ആ സമയത്ത് വിസിറ്റിംഗ് വിസ എടുത്ത് ജോലി തേടി ദുബായിൽ പോയി. ഒരു മാസം കൈഡാക്സ് ഒരു മാസം അങ്ങനെ വേസ്റ്റ് ചെയ്തത് അതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. നൈസ് ജോബ് ബ്രോ, നൈസ് ജോബ്, വെൽ ഡൺ വെൽ ഡൺ വെൽ ഡൺ. കീപ് ഗോയിങ്. അടുത്ത വർഷം ആ സമയം ആകുമ്പോൾ കറക്റ്റ് പോണേ. ബ്രോ ഇത് ഞാൻ വരച്ചാണ് പെൻസിൽ ഡ്രോയിങ്. എടാ കൊള്ളാടാ, അടിപൊളി. പക്ഷെ ഇതില് ഹാൻഡ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു മാറ്റം ഉണ്ടറാ. ഇവിടെ ഒരു ഹാൻഡ്സ് വെച്ചതുപോലെ ആയിപ്പോയി. പക്ഷെ ഇത് ബാക്കിയെല്ലാം സെറ്റടാ, ബാക്കിയെല്ലാം കിടില്ല. അടിപൊളി. നൈസ് കിടല നൈസ്. താങ്ക് യു സോ മച്ച് ബ്രോ. അഭിജിത്ത് ബ്രോ മീൻസ് എല്ലാം വട്ടെ. താങ്ക് യു. ദാറ്റ് സൈലൻസ്. ഞാൻ ഒരു കാര്യം പറയട്ടെടാ, എന്റെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു ബാബു എന്തെങ്കിലും മിണ്ടുവെന്ന്. ഞാൻ വെറുതെ പറഞ്ഞു എന്റെ ബിസിനസ് പാർട്ട്ണർ ഇങ്ങനെ എന്റെ ഈ കാറില്ലാത്ത കാരണം അങ്ങേറെ കാറൊന്നും ഞാൻ വാങ്ങിച്ചു. വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും കേട്ടാ. ശരിയാണ് മുരളി, അതിന്റെ മുരളിയുടെ അവസ്ഥ തന്നെയല്ലേ ഇപ്പോഴും? ജിമ്മിൽ പോകുന്നുണ്ടോ? ജിം കഴിയുന്നു. എന്ത് മുരളി മുട്ട കഴിക്കുന്നതിന്റെ ഒരു നാറ്റം അടിച്ചല്ലേ? ലാസ്റ്റ് ലൈഫിലാണ്. ഈ സൈഡിൽ കറുത്ത പെയിന്റ് ഓക്കെ, ആ സൈഡില് കാര്യം പറയാം. ചോദിച്ചില്ല വാട്ട് ഇസ് ദിസ്? This is my ex-boyfriend. He cheated me, so I just avoided him, and I cry every day. And I cry. അവളുടെ എക്സ്പ്രഷൻ ഒക്കെ കണ്ടടാ, അവള് കറക്റ്റ് സീരിയലാ. ഇവള് സീരിയലിൽ ജനിച്ചു വീണതാണ്, മനസ്സിലായ? ബിഗ് ബോസ് സീരിയലൊക്കെ കണ്ട് ഇങ്ങനെ ആയി പോയി ഇവള്. നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണ്. കാലം ഏതൊരു ഭീരുവിനും വീരനാകാൻ ഒരു അവസരം നൽകാറുണ്ട്. ആ അവസരമാണിത്. ബാബു, അതുപോലെ വേറൊരു കാര്യമാണ്, പുറത്തേക്കുന്ന ചിന്നമ്മയുടെ ബോയ് ഫ്രണ്ടിന് ആനവാല് കിട്ടി, പകരം പുള്ളിയുടെ 2 താടിന്ന് ഒരെണ്ണം പിഴുതു തരുമോ? പുള്ളിയുടെ 2 താടിന്ന് ഒരെണ്ണം പിഴുതു തരുമോ? ഇത് കണ്ടാ നിങ്ങൾ വേറെ കാര്യം ചോദിച്ചാ, എലിയുടെ പ്രൈമിൽ ഒരു 10 പേരുണ്ട് കോമഡി പറയുമ്പോ. അപ്പഴും ഇറങ്ങി ഓടിക്കളഞ്ഞു, തിരിച്ചൊന്നും മിണ്ടാൻ പോലും പറ്റാതെ അപ്പഴും ഓടി. അവിടുന്ന് ഒരു 10 പേര് ഇറങ്ങി ഓടിക്കളഞ്ഞു. നോക്കിയോടെ കണ്ട, AFK നിന്നോ വരെ ആ കോമഡി ആയിട്ട് ഓടി, റിപ്ലൈ പറയില്ലാതെ. ഈ സമയത്ത് എന്റെ POV കണ്ടവന്മാര് മാത്രം ഞാൻ പൊട്ടനെ പോലെ ഇങ്ങനെ ഇരിക്കണം അതിനകത്ത്. നീ ഒരു വാക്കുപോലും സംസാരിക്കാൻ എന്താണ്? ഇതിനു മുകളിൽ ഇനി പോത്തച്ചിന് വായിക്കാനില്ല. നിങ്ങൾ ഇപ്പൊ അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണേ RP. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എലി എഴുതി പഠിച്ചുകൊണ്ട് വന്നതാ. ഞാൻ ഉറപ്പ് പറയാം, എന്നെ എപ്പോഴെങ്കിലും കാണുമ്പോ ഇത് പറയണം എന്ന് പറഞ്ഞ് നോട്ട് പാഡിൽ അവള് സേവ് ചെയ്ത് വെച്ചിരുന്നതാ, മനസ്സിലായ? അതെനിക്ക് 100% ഉറപ്പാ. ഇനി എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണം. വെയിറ്റ് ഫോർ ദ എൻഡ്. ജീവനോടുണ്ടല്ലേ? നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ പെണ്ണെ. വയസ്സായി വയസ്സനായി. ഇതൊരു ഡ്രോയിങ് വീഡിയോ ആയിരുന്നോ? ഇവിടെ അത് കണ്ടാണത്. എന്റെ പൊന്നോ ബ്രോ, കിടിലം. അമൽ സിന്ധു ബ്രോ, വിഷയം സാധനം കേട്ടാ. കിടിലം. ദിസ് റീബിൽഡ്. പിന്നെ അതിന് മുന്നേ നീക്ക് 7 വാറോ 6 വാറോ എന്നൊക്കെ ഓരോരുത്തർമാരിങ്ങനെ പറയുന്നുണ്ടല്ലോ. 7 വാറ് 6 വാറ് നല്ല ബ്രോ. 8-1 8 വാറ് തോറ്റ്. ഇപ്പൊ പ്രീ വാറും വാറോടെ കൗണ്ട് ചെയ്യാനാണെങ്കിൽ 16 എണ്ണം തോറ്റ്, മനസ്സിലായ? അത് 8 എണ്ണം അല്ല, 16 എണ്ണം അങ്ങനെ തോറ്റായിരുന്നു. പ്രീ വാറും വാറോടെ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അതില്
നമ്മൾ തോറ്റ കളിയുടെ പ്രീ വാർ നമ്മളെ ജയിച്ചേ, അതിൽ ആ വാറിൽ നമ്മൾ തോറ്റുപോയത്. മനസ്സിലായി? ഒരു കളി അത് എങ്ങനെയാ തോറ്റതെന്ന് എല്ലാവരും ലൈവ് കണ്ട. 2 വണ്ടി നമ്മുടെ മറിഞ്ഞു പോയി, നമ്മളെ കുണ്ണ വണ്ടി വെച്ച് കളിച്ചതാ. മനസ്സിലായ? അന്ന് ആ വിധി ചെയ്യാത്ത വണ്ടി വെച്ച് കളിച്ചതാ. ബാക്കി അന്നത്തെ ലൈനപ്പ് അല്ല കേട്ടോ ഇന്നത്തെ ലൈനപ്പ്. ലൈനപ്പ് മാറിയായിരുന്നോ? പക്ഷെ ഞങ്ങൾക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്തില്ല. പണ്ട് തല്ലുന്ന പോലെ തന്നെ ഇപ്പോഴും ഞങ്ങൾക്ക് ആ ഡിഫറൻസ് ഫീലേ ചെയ്തില്ല. അന്ന് എങ്ങനെ തല്ലിയോ അതുപോലെ തന്നെ തല്ലാൻ പറ്റി. എനിക്ക് തോന്നുന്നു അതിലും ഈസി ആയിട്ട് തല്ലാൻ പറ്റി. ഈ വട്ടം ഈസി ആയിട്ട് തല്ലാൻ പറ്റി. 15 പേര് നിന്ന് 27 പേര് തല്ലേ. ഞങ്ങളുടെ 7 പേര് വീണിട്ട് നമ്മൾ ബാക്കി 16 പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇനീഷ്യൽ സിറ്റുവേഷനിൽ. 16 പേര് നിന്നാണ് 24 പേരെ തല്ലിയത്. 14 പേര് കുറച്ചുകൂടി ഈസി ആയി. ശരി, അന്നത്തെ ആൾക്കാരല്ലെന്ന് തോന്നുന്നു. കളിക്കുന്ന അറിയുന്നവരൊക്കെ പോയിടാ ഇതിനകത്ത് തോന്നുന്നു. TG കളിക്കാൻ അറിയുന്നവരൊക്കെ ഇറങ്ങിയെന്ന് തോന്നുന്നു. ഇപ്പൊ വേറെ ആൾക്കാരാ. ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 2.5 വർഷമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഹെവി ലൈനപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഹെവി ലൈനപ്പ് 2.5 വർഷം മറ്റേ ചന്തിക്കടിക്കുമ്പോ വീഴുന്ന സെർവറിലല്ലേ കളിച്ചോണ്ടിരുന്നേ. അവിടെ 3 ടാപ്പ് ചന്തിലടിച്ച് ആൾ വീഴും. പക്ഷെ ഇവിടെ അവിടെ വീഴൂല. ഇവിടെ തലക്ക് അടിക്കണം. അതൊക്കെ പറ്റുമെങ്കിൽ ഇപ്പൊ വന്ന് അടിക്കും. ആ ഒക്കോ എന്നുള്ള ചോദ്യം കേട്ടായിരുന്നോ? അത് കേട്ടോ? ഹെവി ലൈനപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അതൊക്കെ പറ്റുമെങ്കിൽ ഇപ്പൊ വന്ന് അടിക്കും. എടാ ഒക്കും, ഈസി ആയിട്ട് ഒക്കും. 1 അല്ല 3 വട്ടം തല്ലി. ഇനിഷ്യൽ സിറ്റുവേഷൻ, പ്രീ വാറ്, വാറ്, ഒക്കും ഈസി. ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ ആരും കാണാത്ത വേറൊരു POV ഉണ്ട് കേട്ടോ എൻ്റെ. ഞാൻ വാറിന്റെ ഇടയ്ക്ക് നിങ്ങൾ ആരെങ്കിലും കേട്ടാന്ന് പറഞ്ഞൂടാ. ഞാൻ മണ്ണിന്റെ അടിയിൽ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ PC റീസ്റ്റാർട്ട് ചെയ്തായിരുന്നു. PC അല്ല, ഗെയിം റീസ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് തിരിച്ചു വന്നപ്പോ ഞാൻ സ്പോൺ ആയത് പാലത്തിന്റെ അവിടെ. ഞാൻ നോക്കുമ്പോ ആദ്യം തല്ലിയിട്ട 2 പേര് അവിടെ നിന്ന് ഡ്രസ് ഊരി വണ്ടി എടുത്ത് ഓടണം. പിന്നെ POV ആണെന്നാണ് മനസ്സിലായത് നമ്മൾ അടിച്ച ആ ഗ്യാങ്ങിന്റെ ലീഡറും കോ-ലീഡറും ആയിരുന്നത്. എന്തൊക്കെ സംഭവിക്കണല്ലേ. പിന്നെ ഇവളുടെ അടുത്ത് എത്രയും പെട്ടെന്ന് വിട്ടോ. സേഫ് അല്ല. എടാ ഇല്ലടാ, ഞാൻ POV ഡിലീറ്റ് ചെയ്യണം. POV ഡിലീറ്റ് ചെയ്യാം. അത് അവരുടെ POV-യിലുണ്ട്. അതൊക്കെ ഒരു POV-യിൽ വരും. ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. ആ POV വരും. അപ്പുറത്തെ POV കണ്ടവർക്ക് അത് മനസ്സിലാവും. അടി കിട്ടിയത് കേട്ടാ. അതൊക്കെ POV ആയിട്ട് വരും. അയ്യോ, ഇത് കണ്ടില്ല. പിന്നെ ഇവളുടെ അടുത്ത് എത്രയും പെട്ടെന്ന് വിട്ടോ. എന്റെ അമ്മോ, ഈ ഫിലിമിൽ ശരിക്കും കല്യാണി ഭയങ്കര കിടിലമായിട്ട് ചെയ്തല്ലേ ആ റോള്. സാധാരണ നമ്മുടെ മലയാളത്തിലെ പെണ്ണുങ്ങൾ ഫൈറ്റ് എടുക്കുന്ന സമയത്ത് കക്ഷത്തിൽ കൂടെ റോപ്പ് വെച്ച് പൊക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും ഇങ്ങനെ എപ്പോഴും. എനിക്കത് കല്യാണിയുടെ ഫൈറ്റിലൊന്നും തോന്നിയില്ല. നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി നല്ല ട്രെയിൻ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. എന്നാൽ സീരിയസ് നെയിം സ്ട്രേഞ്ചർ തിങ്സ് മസ്റ്റ് വാച്ച് ചന്ദ്രനൊക്കെ കാണാറുണ്ട്. സ്ട്രേഞ്ചർ തിങ്സ് എനിക്ക് അറിയാടാ, ഞാൻ പക്ഷെ കണ്ടു തുടങ്ങിയില്ലെന്നേ ഉള്ളൂ. സ്ട്രേഞ്ചർ തിങ്സ് കാണുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. ഇത് സ്പോയിലർ ആണെന്നോ? സ്പോയിലർ ആവും വേണ്ട. ആ ഓക്കെ. എടാ നീ ഇത് കാണുന്നവനായിട്ടാണോ സ്പോയിലർ കൊണ്ടിട്ട് ഇവിടെ? സ്പോയിലർ ആവും. സ്കിപ്പ്. ഓക്കെ സ്കിപ്പ് ചെയ്തേ. Gods be damned. I will not see it ended on the account of this. Say it. ഇത് സ്പോയിലർ വല്ലതും ആണോ എന്തിന്റെയും? Our children are bastards. ഇത് ഗെയിം ഓഫ് ത്രോൺസ് അല്ലേ ഇത്? She is ഇത് ഗെയിം ഓഫ് ത്രോൺസ് ആണോ ഇത്? ഹൗസ് ഓഫ് ഡ്രാഗൺസ്.
ഹൗസ് ഓഫ് ഡ്രാഗൺ ഇത് ഗെയിം ഓഫ് ത്രോൺസ് ആണോ? അത് എനിക്ക് അറിഞ്ഞൂടാ. ഹൗസ് ഓഫ് ഡ്രാഗൺസ് ആണോ? ഹൗസ് ഓഫ് ഡ്രാഗൺസ്. ഓക്കെ 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 ഓക്കെ. എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് പിന്നെ അത് ഞാൻ റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അൽനസറിന് വേണ്ടിയുള്ള റൊണാൾഡോയുടെ അത് കാണണം നല്ല സാധനം. ഒന്നുകൂടെ കണ്ടു നല്ല ഗോളാ. എടാ ഞാൻ ഇത് കണ്ടതാ, ഞാൻ ഇത് ലൈവിൽ കണ്ടിട്ട് അതിർത്തി തർക്കവും വീട് കയറി വെട്ടലും അതൊക്കെയാണ് സംഭവിച്ചത്. ബാക്കി ഇല്ല ഇത് വേറെ ഗോളാ. ലോകമൊന്നാകെ ആ വീഡിയോ വൈറലായി. പ്രായം വെറും ഒരു നമ്പറെന്ന് ആരാധകരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച ഗോൾ പിറന്നത് അൽ ഖലീജിനെതിരായ മത്സരത്തിലായിരുന്നു. എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ചങ്ങലക്കിട്ട് കിടത്തിയ മറ്റൊരു ജഗന്നാഥ്, മുറിവേറ്റ മൃഗം. അതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അവരവരുടെ കുഴികുത്തലായി തീരും. എടാ ഇതാടാ ഞാൻ കണ്ടത്. അപ്പൊ നീ എന്റെ ലൈവിൽ ഇല്ലായിരുന്നു? അല്ലല്ല ഇത് വേറെ. അത് വേറെ അത് ഓൾഡ് കളിയാ. അയ്യോ എടാ ഇത് കഴിഞ്ഞ ദിവസം അടിച്ചതല്ലേ? ഇത് ഒരു 3-4 ദിവസം മുമ്പ് ആണ്. പക്ഷെ ഈ ജേഴ്സിയിലാണ് അടിച്ചത്, മറന്നുപോയാ. റിയൽ മാഡ്രിഡ് ജേഴ്സിയിലാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോ കഴിഞ്ഞ ദിവസം റീലിലൊക്കെ ഹിറ്റായ ഗോളല്ലേ ഇത്? അതിനെപ്പറ്റി നമ്മളിവിടെ പറഞ്ഞിട്ട് അതിർത്തി തർക്കമായി, രണ്ടുപേരും തമ്മിൽ പിണങ്ങിപ്പോയി, 10 പേര് ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് അടിച്ച് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. എടാ നമ്മളിത് ലൈവിൽ പറഞ്ഞായിരുന്നെന്ന്. അത് റിയൽ മാഡ്രിഡിന്റെ കളിയിലായിരുന്നു. അത് പഴയതാ. ഇത് ഇപ്പൊ 3 ദിവസം അല്ല സർ. ഇതെല്ലാം ഒരേതായതുകൊണ്ട് മനസ്സിലാത്തോണ്ടാ. എന്താ അല്ലേ? സ്കൈഡാക്സ് ഞാൻ പറയട്ടെ, പുള്ളിക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 40 വയസ്സിൽ നീ എങ്ങനെയായിരിക്കും നീ ആലോചിക്കണ്ട. ഞാൻ ഭയങ്കര ഫിസിക് ഉണ്ടാവും. എനിക്ക് ഭയങ്കര നിന്നെ അതിനു മുമ്പ് തല്ലിക്കൊല്ലും ആൾക്കാര്. നീ 40 വയസ്സിനെ പറ്റി ഒരിക്കലും ചിന്തിക്കരുത്. ഏറിയ ഒരു 30-35 ഒക്കെ നിന്നെ ആരെങ്കിലും അടിച്ചു കൊല്ലും. അപ്പൊ ഒരിക്കലും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല നിനക്ക് 40 വയസ്സിൽ ഞാൻ എങ്ങനെ ഇരിക്കും, അങ്ങനെ ആവശ്യം മനസ്സിലായല്ലോ. പുള്ളിയൊക്കെ എന്ത് ചെയ്തിട്ടായിരിക്കും 40 വയസ്സിലേക്ക് ഇങ്ങനെ ഇരിക്കണേ? ജസ്റ്റ് പ്രൈവറ്റ് ബസ് തിങ്സ്. കണ്ണൂര് അത് ശരിയല്ലേ? ഇപ്പോഴത്തെ പ്രൈവറ്റ് ബസ്സിലൊക്കെ ഉണ്ടോടാ? പണ്ടത്തെ എല്ലാ പ്രൈവറ്റ് ബസ്സിലും ഉണ്ടാവും. എല്ലാ മതത്തിന്റെ ഓരോ ആൾക്കാരെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് യേശു, ഗണപതി, ഈ പള്ളിയിലെ ഇതിനെന്താ പറയാ? മോസ്ക്. അറിയാത്ത കാര്യം പറയല്ലേ. അയ്യോ ഇതിനെങ്ങനെ ഇതിപ്പോ എടാ ഹിന്ദുക്കൾക്ക് കുറെ ദൈവങ്ങളുണ്ടല്ലോ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ പേരാണ്. അല്ല അങ്ങനല്ല, അല്ലാതെ എനിക്കറിയാം. ഞാൻ അങ്ങനല്ല. മക്ക അതാണോ ഇത്? ഓക്കെ 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 ഓക്കെ. അത് എനിക്ക് അറിഞ്ഞൂടാ, അതാ ചോദിക്കുന്നേ. അന്നേരം മോസ്ക് എന്നാ പള്ളി പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഇതിന്റെ കൂടെ ആ സൈഡ് സീറ്റും കൂടെ കിട്ടണം. എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി അയ്യോ സത്യല്ലേ? പക്ഷെ ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞപ്പോഴത്തേക്കിന്, അതായത് ഞാൻ കറക്റ്റ് പറയാം എപ്പോഴാന്ന്, ജിയോടെ നെറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോ തൊട്ട് എല്ലാരും ഹെഡ്സെറ്റും ഫോണിലും സ്വന്തം പാട്ട് കേൾക്കുന്ന പരിപാടിയായി. അതുവരെ നമ്മള് വണ്ടിക്കകത്ത പാട്ടായിരുന്നു കേൾക്കുന്നത്. ഫ്രീ ആയിട്ട് നെറ്റ് കിട്ടി തുടങ്ങിയപ്പോ തൊട്ട് ഇതായി. മനസ്സിലായ? എങ്ങനുണ്ട് കൂടെ പാടി നോക്കണം? എടാ കൂടെ പാടിയ ടൈമിങ് ശരിയാവൂലടാ, അതാ പ്രശ്നം. നിങ്ങൾക്ക് കേൾക്കുന്നതിൽ ഒരു ഡിലേ ഉണ്ടാവും. കൊള്ളാടാ ഗൈസ്. ഈ ഇൻസ്ട്രുമെന്റിന് എന്തുവായിരുന്നു പറയുന്നത്? അയ്യോ എടാ ഇതിനൊരു പേര് പറയും. എന്ത് മെലോഡിക്ക് അല്ലല്ലോ, ഇതിനെന്തോ ഒരു പേര് പറയും. മെലോഡിക്കാണെന്ന് തോന്നുന്നു. മെലോഡിക്കാണോ? പീപ്പിയാ? അടിച്ചതിന്റെ കാരണം ഞാൻ പൊളിക്കും. പീപ്പിയാ? ഇതാ ഇതൊരു
ഇത് മെലോഡിക്ക് എങ്ങനെ എന്തോടെ പറയണ ഇതിന്? കൊള്ളടാ, നൈസ് നൈസ് നൈസ്, കൊള്ളാം. അണ്ണാ ഒരു 21-കാരന്റെ ഈഗോ അണ്ണാ ഫുൾ കാണണേ. വണ്ടിയോ പഠിക്കുമല്ലയോ? പഠിക്കുമല്ല, വണ്ടി ഓടിക്കും. അതിനുള്ള പ്രായമൊന്നും സൗദിയിലൊക്കെ ഓടിക്കുന്നേ. മുന്നേ ഇങ്ങ് വന്നേ വണ്ടി ഓടിക്കുക. അങ്ങനെ തരത്തില്ല മോനെ, അങ്ങനെ തരാനുള്ള സാധനമൊന്നുമില്ല. കളിക്കാനുള്ള സാധനം കളിപ്പാട്ടമല്ലല്ലോ ഇത്. ബസ്സല്ലേ, തരാൻ ബുദ്ധിമുട്ടുണ്ട്. എന്റെ പൊന്നോ, ഇരുട്ടൊക്കെയാ. പോ, വീട്ടിൽ പോയിക്കോ. ഇണങ്ങോ ഒന്നും വേണ്ട. അവനെ കളിയാക്കാടാ ചുമ്മാ. റിയൽ ലൈഫിൽ പോയി ഷേസ് എടുത്ത് വണ്ടി പണിതാ. ബസ് ഓടിക്കുന്ന പുള്ളി ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് മോനെ മോൻ പഠിക്കില്ലോ വിട്ടോളാൻ. റിയൽ സ്റ്റോറിയാണ്. മുന്നേ അത് നിന്റെ വണ്ടി നീ കൊടുക്കുമായിരുന്നു. എടാ നിനക്ക് അത്ര വശമാണ്, നീ ഒരു വണ്ടി എടുത്ത് ഓടിക്ക്. എടാ നീയൊക്കെ ഒന്ന് നിർത്ത്. എനിക്ക് വണ്ടി ഓടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഓടിക്കും. അത് ഇനി നീമാര് പറഞ്ഞ പോലെ വണ്ടി എടുത്തിട്ടാണെങ്കിൽ അങ്ങനെ. അങ്ങനെ തരത്തില്ല മോനെ, അങ്ങനെ തരാനുള്ള സാധനമൊന്നുമില്ല. കളിക്കാനുള്ള സാധനം കളിപ്പാട്ടമല്ലല്ലോ. ക്ഷമിക്കാനും പറ്റുന്നില്ല, എത്ര പഠിക്കാന്ന് പറഞ്ഞ 3-ലോ 4-ലോ മറക്കാനും പറ്റുന്നില്ല. വണ്ടി ഓടിക്കുന്നല്ലേ ബസ് ബസ്. എന്റെ അമ്മോ, എടാ ഈ പുള്ളിയുടെ ബസ്സാണോ മറ്റേ ഞാൻ അന്ന് പറഞ്ഞ ഓൾ ഇന്ത്യ പെർമിറ്റ് മറ്റേ സൗണ്ട് ഒക്കെ ഇട്ട് വന്നേ? ആ ഈ പുള്ളിയുടെ വണ്ടിയാണോ അത്? അതെ. ഇരുട്ടായി, ഞാൻ വീട്ടിൽ പോട്ടെ. കൊള്ളാല്ലേ, 21 വയസ്സല്ലേ? 21 വയസ്സാ? ഒരു 21-കാരന്റെ ഈഗോ. എത്ര വയസ്സാ? ഇതുപോലൊരു വണ്ടി എത്ര രൂപ വില വരുവാടാ? 46 ലക്ഷം രൂപ. പോയി പണി ഇറക്കുമ്പോഴത്തേക്ക് 10-70 ലക്ഷം രൂപ. 20 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി ഇങ്ങനെ പണിത് തരുമെന്നാണോ നീ പറയണേ? 20 ലക്ഷം രൂപയ്ക്ക് അവിടെ ചെന്നിരുന്ന പണിത് തരും, നോക്കിയിരുന്നോ നീ? വേറെ പണി തരുന്നു എനിക്ക്. 46 എത്ര രൂപ വരുമായിരിക്കും? എല്ലാം കൂടി ഒരു 80 ലക്ഷം രൂപയാവും. എന്റെ TVA ഹോളിഡേസ്. 28-കാരന് ഈഗോ ഇല്ല. 28-കാരന്റെ ഈഗോ ചത്തുപോയി. ഒരു BMW ഇവിടെ കിടക്കണ ചോറവേരി പണിതോണ്ടിരിക്കുന്ന വണ്ടി. ഇനി ബില്ല് വരുമ്പോ അറിയാം മനുഷ്യൻ എത്രയാവുന്നത്. ബ്രോ എന്തായാലും കൊള്ളാം. ഉള്ളിൽ ആ ഫയർ ഉണ്ടായിരുന്നല്ലോ ബ്രോ. കൺഗ്രാറ്റുലേഷൻസ്, 2 വണ്ടി ആയല്ലോ. ഇടയ്ക്ക് നമുക്കൊരു ട്രിപ്പൊക്കെ വിളിക്കാം, ഫ്രീ ആയിട്ട് തരണേ. എല്ലാവർക്കും മുട്ട തരാം, തുറന്ന് വെക്ക്. ഓ ഒരു ജുമയ്ക്കുള്ള ആളുണ്ട്, 4 മുട്ടയുണ്ട്, കേറ്റിക്കളയും. ഇത് ഏത് പടവടാ ഇത്? മുട്ട തരില്ല, പെണ്ണുങ്ങൾ വെച്ചോളി. ആണുങ്ങൾക്കുള്ള മുട്ട നമ്മൾ ഓതിക്കൊണ്ടിരിക്കണേ, പിന്നെ തരാം. ഇതാരാ? ചന്ദന, ദ ഗേൾ ഐ ആം ഗോയിങ് ടു ഗെറ്റ് മാരീഡ്. പടച്ചോനെ എല്ലാണെങ്കിലും കുഞ്ഞുങ്ങളാ. പടച്ചോനെ വീടിനകത്തൂടെ നാഷണൽ ഹൈവേ. മോന ഏത് കൊതുക് തിരിന്റെ മകനായാലും ഞമ്മക്ക് വിഷയമില്ല. എടോ അച്ഛൻ ആനപ്പുറത്ത് കയറിയെന്ന് വെച്ച് മകന്റെ കുണ്ടിക്ക് തയമ്പോരോ? ഇത് ഏത് ഞാൻ ഈ പടം പോലും കണ്ടിട്ടില്ല കേട്ടോ. 6 ബസ് ഉണ്ടെന്നാന്നോ? ഏതോ വീഡിയോ മിസ്സായി. മുച്ചിരി പറഞ്ഞോണ്ടിരിക്കും എല്ലാവരും. 6 ബസ്സോ?
ഇല്ല ഇല്ല ഇല്ല. പോടാ അവിടെ നിന്ന്. മുച്ചിരി മുച്ചിരി എന്ന് പറഞ്ഞോണ്ട് ഈ ചാനൽ മൊത്തം. എന്റെ അമ്മു സ്പോയിലർ. ആ ഗെയിം ഇതുവരെ എന്താണെന്നൊന്ന് അറിയണമല്ലോ. സ്വന്തം ഫോട്ടോ ഒക്കെ വെച്ച് ക്യാരക്ടർ ഇത് നമ്മൾ കണ്ടാടാ. സ്പോയിലർ. ആർട്ടിസ്റ്റ് അഭിനവ്. കൊള്ളാം കൊള്ളാടാ കൊള്ളാം. നൈസ്. ഓ ഈ കണ്ണൊക്കെ നോക്ക്. നൈസ്. കൊള്ളാം 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 കൊള്ളാം. Turn the coin. Sometimes there is a brighter side that we never looked at. സിനിമയുടെ ഭാഗമായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പൊതുവേദികളിൽ കാണാറില്ല. അതെവിടേക്കാണ് ഈ അപ്രത്യക്ഷനാകുന്നത്? സിനിമയുടെ ബിസിനസ് അതാണ് ഞാൻ മെയിനായിട്ട് നോക്കാറ്. മറ്റേ ഞാൻ ഇപ്പോഴും ഞാനത് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. എനിക്കൊന്നും അത് ജനം എന്നെ സംസാരിക്കാൻ അറിയില്ല, പൊതുവേദിയിൽ സംസാരിക്കാൻ അറിയില്ല. അത് കാരണം എൻ്റെ കുറേ താഴെയുള്ള പ്രശ്നങ്ങൾ അതൊക്കെ പബ്ലിക് വന്ന് കാണിക്കണ്ടെന്ന് വെച്ചിട്ടാണ്. താല്പര്യമുണ്ട്, പറ്റുന്നില്ല. പിന്നെ 10 പേരിൽ 2 എണ്ണം തോണ്ടും. പിന്നെ എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ എന്തെങ്കിലും പറയും. പിന്നെ പ്രശ്നവും ബെറ്റർ വീട്ടിലകത്തിരിക്കുക. പുള്ളി ഒരു പാവം പിടിച്ച മനുഷ്യനാടാ ശരിക്കും. പുള്ളി ഒരു പാവം പിടിച്ച മനുഷ്യനാണ്. പക്ഷെ ചില സമയത്തൊക്കെ ബാറിലൊക്കെ അടിയൊക്കെ ഉണ്ടാക്കുന്നതാണാവോ. ഓരോ വീഡിയോ ഒക്കെ കാണാറുണ്ട് ഞാൻ. അത് എല്ലാത്തിനും 2 സൈഡ് ഉണ്ടാവണം. ഒബ്വിയസ്ലി എല്ലാത്തിനും ഉണ്ടാവുമല്ലോ.